നമുക്കറിയുന്ന ഒരു കാര്യമാണ് നാട്ടിലത്തെ സാലറിയും യുഎയിലത്തെ സാലറിയും കമ്പാരിറ്റീവ്ലി ഡിഫറൻസ് ഉണ്ട്. ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നാട്ടിലത്തെ സാലറിയും യുഎയിലത്തെ സാലറി അക്കൗണ്ട്സിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. നമുക്ക് ബേസിക് സാലറി ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാലറി ആണെങ്കിലും ഒക്കെ രണ്ടും ഡിഫറൻസ് ആണ്. ഇതിപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിലും ഒക്കെ അത് കമ്പനി ലെവൽ അനുസരിച്ചിട്ട് എല്ലാ ഫ്രഷേഴ്സിനും ഒരുപോലെയല്ല സാലറി. കമ്പനിയുടെ ലെവൽ അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ട് സാലറി ലെവൽ കുറവ് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് സാലറി എത്രയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയും. അതിന് മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഫ്രഷേഴ്സായിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് സാലറി എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നവരുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ നമുക്ക് നോർമലി ഒരു മാനേജ്മെൻറ്റ് നോക്കിയിട്ടാണെങ്കിൽ പോലും നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഓരോ കമ്പനി ലെവലായിട്ടോ 3500 ടു ഒരു 6000 വരെയാണ് ഫ്രഷേഴ്സിന് സാലറി കൊടുക്കുന്നത്. അത് ഡിഫറെൻറ്റ് കമ്പനി ടൈപ്പായിട്ടോ അത് നമുക്ക് ഓരോ മാനേജ്മെൻറ്റ് മാറുന്ന അനുസരിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഓരോ സാലറി ഡിഫറൻസ് വരുന്നത്. അല്ലെങ്കിൽ ഫിക്സഡ് സാലറി എവിടെയും ഫ്രഷേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസിന് ഉള്ളവർക്കാണെങ്കിലും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു 2 years എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു 4 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു 6 to 9 അല്ലെങ്കിൽ 6 to 10 ഒക്കെ അക്കൗണ്ട്സിൽ സാലറി കിട്ടുന്നവരുണ്ട്. അത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഡിഫറെൻറ്റ് കമ്പനിയാണ്. നമുക്ക് ഓരോ കമ്പനിയിൽ ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് പറയുമായിരിക്കും ഞാനിപ്പോൾ ഇത്രയും വർഷം ഇവിടെ വർക്ക് ചെയ്ത് ഇപ്പോഴും സാലറി എനിക്ക് ഈ ഒരു ലെവലേ ഉള്ളൂ എന്ന്. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ് നമുക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നല്ല കമ്പനീസിൽ വരുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ആലോചിച്ചിട്ട് അത് നല്ലതാണെങ്കിൽ നമ്മൾ കരിയർ ഗ്രോത്തിന് നല്ലതാണെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു സാലറി ബേസൊക്കെ സാലറി അല്ലെങ്കിൽ നല്ല ഫ്യൂച്ചറിൽ നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ കുറവാണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ നല്ലൊരു ഇൻക്രിമെൻ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾ ആ കമ്പനീനെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വർക്ക് ചെയ്യാം. അത് നല്ലതാണ്. അപ്പം എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു 3500 to 6000 ആയിരിക്കും ഒരു ഫ്രഷേഴ്സിനൊക്കെ യുഎയിൽ അക്കൗണ്ട്സിൽ സാലറി കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്താ പറയുക കമ്പനി അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കും പോലെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടും ഒരു 6 to 10,000 ദിർഹംസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 4 years അല്ലെങ്കിൽ 3 years എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് 6 to 10 അല്ലെങ്കിൽ 6 to 12 കിട്ടുന്ന നല്ല കമ്പനീസും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ലതാണോ അല്ലെങ്കിൽ നമ്മൾ സാലറി നല്ലതാണോ നോക്കിയിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് ഓക്കെ അല്ല, നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കതൊരു മാറ്റി തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ഒരു കമ്പനി ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ലെവൽ സാലറി ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സ് പരമായിട്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ അക്കൗണ്ട്സിൽ ഇത്രയും നമുക്ക് സാലറി ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഒരു 3500 ആണ് സ്റ്റാർട്ടിങ് ഫ്രഷേഴ്സിന് കേട്ടോ. ഫ്രഷേഴ്സിന് സാലറി ലെവൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു 2 years 3 years ഒക്കെ എക്സ്പീരിയൻസ് ആണെങ്കിൽ 6 to എബോ ഒരു 10 അല്ലെങ്കിൽ 12,000 ഒക്കെ കമ്പനി നല്ല കമ്പനി കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ എനിക്കറിയുന്നവരിൽ കുറേ പേരുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 6 to 10 അല്ലെങ്കിൽ 6 to 9 ഒക്കെ കൊടുക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ഒക്കെ താഴെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത്രയാണ് സാലറി അല്ലെങ്കിൽ ഇത്രയാണ് സാലറി എന്നുള്ളത്. അപ്പോൾ നമുക്ക്